ലാബ് 25 കണ്ടിന്യൂറ്റി. ഒന്നാമത്തെ ചോദ്യം, യൂസിംഗ് ദ ഇൻപുട്ട് കമാൻഡ് ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എക്സ് സ്ക്വയർ പ്ലസ് 1 കോമ എക്സ് ഗ്രേറ്റർ ദാൻ 1 4 മൈനസ് എക്സ് മൈനസ് 2 സ്ക്വയർ. Draw the graph of the function f of x. Write the left limit and the right limit of the function at x is equal to 1 and discuss the continuity. നമ്മളൊരു ജിയോജിബ്ര വിൻഡോ എടുത്ത് അവിടെ ഈ ഒരു കമാൻഡ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഒരു കമാൻഡ് സെലക്ട് ചെയ്ത് Ctrl+C ഞെക്കി ഇൻപുട്ട് ബാറിൽ വന്നിട്ട് നമ്മൾ Ctrl+V ഞെക്കി കഴിഞ്ഞാൽ അതിവിടെ പേസ്റ്റ് ആകും. പിന്നെ നമ്മൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ കാണാൻ പറ്റും. ഞാനിവിടെ ആ കമാൻഡ് ഇവിടെ ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എൻ്റർ അടിക്കുന്നു. അതിൻ്റെ ഗ്രാഫ് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ ചോദ്യത്തിൽ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് റൈറ്റ് ദ ലെഫ്റ്റ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് എക്സ് ഇസ് ഇക്വൽ ടു 1 ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് കണ്ടിന്യൂറ്റി. ഇതിൻ്റെ എക്സ് ഇക്വൽ ടു 1-ലെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എഴുതി കണ്ടിന്യൂസ് ആണോ എന്ന് പറയാനാണ്. എക്സ് ഇക്വൽ ടു 1-ലെ ലെഫ്റ്റ് ലിമിറ്റ് നമുക്കിവിടെ കാണാം, അത് 2 ആണ്. അതായത് എക്സിൻ്റെ വാല്യൂ 1-ലേക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുത്തു വരികയാണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 2-ലേക്ക് എടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ഇവിടുത്തെ 1-ലെ റൈറ്റ് ലിമിറ്റ് 3 ആണ്. എക്സിൻ്റെ വാല്യൂ 1-ലേക്ക് എടുക്കുന്നത് 1-ൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 3-ലേക്കാണ് എടുക്കുന്നത്. ലെഫ്റ്റ് ലിമിറ്റ് 2ഉം റൈറ്റ് ലിമിറ്റ് 3യുമാണ്. ഈ ഫംഗ്ഷൻ 1-ൽ കണ്ടിന്യൂസ് അല്ല. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് അല്ല. അല്ലെങ്കിൽ ഗ്രാഫിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം എക്സ് ഇക്വൽ ടു 1-ൽ ഈ ഫംഗ്ഷന് ഒരു ബ്രേക്ക് ഉണ്ട്. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഇക്വൽ ടു 1. ഇവിടെ നമ്മൾ ഈ രീതിയിൽ പേപ്പറിൽ ആൻസർ എഴുതണം. വീണ്ടും രണ്ടാമത്തെ ചോദ്യം, ക്രിയേറ്റ് എ സ്ലൈഡർ കെ വിത്ത് ഇൻക്രിമെൻറ്റ് 0.1. ഒരു സ്ലൈഡർ ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു വിൻഡോ എടുക്കുന്നു. കെ എന്ന പേരിലുള്ള ഒരു സ്ലൈഡർ ഉണ്ടാക്കുന്നു. സ്ലൈഡർ ടൂൾ എടുക്കുന്നു. ഗ്രാഫിക്സ് വ്യൂവിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. സ്ലൈഡറിൻ്റെ പേര് നമ്മൾ കെ എന്ന് കൊടുക്കുന്നു. മാക്സിമം മിനിമം ഒന്നും മാറ്റുന്നില്ല. ഇൻക്രിമെൻറ്റ് 0.1 എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, അത് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. കെ എന്ന പേരിലുള്ള ഒരു സ്ലൈഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. Using the input command f of x equal to if x less than or equal to 2 x square plus k comma x greater than 2 4 minus x minus 3 square. Draw the graph of the function f of x. ഈ ഒരു ഇൻപുട്ട് കമാൻഡ് കൊടുത്തുകൊണ്ട് ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആ ഒരു കമാൻഡ് നമ്മളിവിടെ ഇൻപുട്ട് ചെയ്തു. നമുക്കിവിടെ ഗ്രാഫ് കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഫോർ വിച്ച് ദ ഫംഗ്ഷൻ ബിക്കം കണ്ടിന്യൂസ്. ഇവിടെ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. എക്സ് ഇക്വൽ ടു 2-ൽ ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല, അവിടെ ഇതിന് ബ്രേക്ക് ഉണ്ട്. ഈ കെ എന്ന് പറയുന്ന സ്ലൈഡറിൻ്റെ വാല്യൂ നമ്മളൊന്ന് മാറ്റുകയാണെങ്കിൽ ഇതിനെ നമുക്ക് കണ്ടിന്യൂസ് ആക്കാനായിട്ട് സാധിക്കും. അതായത് കെ എന്ന സ്ലൈഡറിൻ്റെ വാല്യൂ -1 എന്ന് വരികയാണെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും 3 എന്ന് വന്നിട്ട് എക്സ് ഇക്വൽ ടു 2-ൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആകുന്ന കെയുടെ വാല്യൂ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കെയുടെ വാല്യൂ കെ ഈക്വൽ ടു -1 എന്നതാണ്. വീണ്ടും മൂന്നാമത്തെ ചോദ്യം, ക്രിയേറ്റ് 2 sliders A and B with increment 0.1. Draw the graph of the function f of x using the input command f of x equal to if x less than or equal to 1 a minus x comma -1 less than x less than 2 comma x square comma x greater than 2 b plus x. ഈ ഇൻപുട്ട് കമാൻഡ് കൊടുത്തുകൊണ്ട് ഫംഗ്ഷൻ വരയ്ക്കണം. അതിന് മുമ്പായിട്ട് ക്രിയേറ്റ് 2 sliders A and B with increment 0.1. 2 സ്ലൈഡറുകൾ ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പുതിയൊരു വിൻഡോ എടുക്കുന്നു. അവിടെ നമ്മൾ 2 സ്ലൈഡറുകൾ ഉണ്ടാക്കുന്നു. സ്ലൈഡർ ടൂൾ എടുക്കുന്നു, ക്ലിക്ക് ചെയ്യുന്നു. ഒന്നാമത്തെ സ്ലൈഡറിൻ്റെ പേര് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഇൻക്രിമെൻറ്റ് 0.1 എന്ന് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. വീണ്ടും ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ സ്ലൈഡറിൻ്റെ പേര് ബി എന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെയും ഇൻക്രിമെൻറ്റ് 0.1 എന്ന് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. അങ്ങനെ 2 സ്ലൈഡറുകൾ നമ്മൾ ഉണ്ടാക്കി. അതിനുശേഷം ഈ ഒരു കമാൻഡ് ഇൻപുട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളത് കോപ്പി പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇൻപുട്ട് ബാറിൽ. ഇവിടെ ഇൻപുട്ട് ബാറിൽ നമ്മൾ ആ ഒരു കമാൻഡ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എൻ്റർ അടിക്കുന്നു. ഈ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് കാണാം. അവിടെ
ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യൻ എയിൽ പറഞ്ഞിരിക്കുന്നത് വെൻ എ ഈക്വൽ ടു 1 ആൻഡ് ബി ഈക്വൽ ടു 1 ഫൈൻഡ് ദ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ. എയുടെയും ബിയുടെയും വാല്യൂ 1 എന്ന് വരുമ്പോൾ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ സ്ലൈഡർ വിലകൾ എ ഈക്വൽ ടു 1 ബി ഈക്വൽ ടു 1 എന്നാണ്. പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി, അതായത് കണ്ടിന്യൂസ് അല്ലാതെ നമ്മൾ കാണുന്ന പോയിന്റുകൾ, എക്സ് ഇക്വൽ ടു -1 ഇത് കണ്ടിന്യൂസ് അല്ല, ബ്രേക്ക് ഉണ്ട്. അതുപോലെ തന്നെ എക്സ് ഇക്വൽ ടു 2 ഇത് കണ്ടിന്യൂസ് അല്ല, ബ്രേക്ക് ഉണ്ട്. അപ്പോൾ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് എക്സ് ഇക്വൽ ടു -1 എക്സ് ഇക്വൽ ടു 2 അതാണ് നമ്മൾ ആൻസർ പേപ്പറിൽ എഴുതേണ്ടത്. വീണ്ടും മൂന്നാമത്തെ ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി സോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ്. ഫംഗ്ഷൻ എഫിനെ കണ്ടിന്യൂസ് ആക്കുന്ന എയുടെയും ബിയുടെയും വാല്യൂസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എ എന്ന് പറഞ്ഞ സ്ലൈഡർ നമ്മൾ നീക്കുകയാണെങ്കിൽ -1 എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ ഫംഗ്ഷനെ നമുക്ക് കണ്ടിന്യൂസ് ആക്കാൻ പറ്റും. എയുടെ വാല്യൂ 0 എന്ന് വരുമ്പോൾ -1 ഇത് കണ്ടിന്യൂസ് ആകുന്നുണ്ട്. അതായത് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കോയിൻസൈഡ് ചെയ്ത് ഗ്രാഫ് ബ്രേക്ക് ഇല്ലാതായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ബിയുടെ വാല്യൂ 2 കൊണ്ടുവരികയാണെങ്കിൽ 2 എന്ന് പറഞ്ഞ പോയിന്റിലും ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും 4 ആയിട്ട് ഇത് കണ്ടിന്യൂസ് ആകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആകണമെങ്കിൽ, ഒരു സ്ഥലത്തും ബ്രേക്ക് ഇല്ലാത്ത ഒരു ഫംഗ്ഷൻ ആകണമെങ്കിൽ എയുടെ വില 0 ബിയുടെ വില 2 ആയിരിക്കണം. അതാണ് നമ്മൾ പേപ്പറിൽ എഴുതുന്ന ആൻസർ. എ ഈക്വൽ ടു 0 ബി ഈക്വൽ ടു 2. വീണ്ടും നാലാമത്തെ ചോദ്യം, യൂസിംഗ് ദ ഇൻപുട്ട് കമാൻഡ് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 2 മൈനസ് എക്സ് സ്ക്വയർ കോമ എക്സ് ഗ്രേറ്റർ ദാൻ 1 2x ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. ഈ ഒരു കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു പുതിയ വിൻഡോ എടുക്കുന്നു, അവിടെ ഈ ഒരു കമാൻഡ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് ആ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്, ഒബ്സർവ് ഇറ്റ്സ് ഡെഫിനേഷൻ ഫ്രം ദ ഓൾജിബ്ര വ്യൂ ആൻഡ് റീഡിഫൈൻ ദ ഫംഗ്ഷൻ ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 1 ടു മേക്ക് ഇറ്റ് കണ്ടിന്യൂസ്. ഈ ഗ്രാഫ് നോക്കിയിട്ട് ഈ ഫംഗ്ഷനെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആകുന്ന രീതിയിൽ റീഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 1 വാല്യൂസിന് ഇപ്പോൾ തന്നിരിക്കുന്ന ഈ ഒരു ഭാഗം മാറ്റിയിട്ട് ആ ഒരു ഭാഗം ഒന്ന് റീഡിഫൈൻ ചെയ്ത് ഈ ഫംഗ്ഷനെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആക്കാൻ പറഞ്ഞിരിക്കുന്നു. നമുക്കിവിടെ കാണാം എക്സ് ഇക്വൽ ടു 1 ഇപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. കാരണം 1 മുകളിലേക്കുള്ള ഭാഗത്ത് ഈ ഒരു ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ആ സ്ട്രെയിറ്റ് ലൈൻ ഒരു യൂണിറ്റ് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് ഇത് കണ്ടിന്യൂസ് അല്ലാതെ വന്നിരിക്കുന്നത്. ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒരു യൂണിറ്റ് താഴേക്ക് വരികയായിരുന്നെങ്കിൽ, അതായത് അതിൻ്റെ എൻഡ് ഇപ്പോൾ വൈയുടെ 2 നിൽക്കുന്നതിന് പകരം 1 നിൽക്കുകയായിരുന്നെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആകുമായിരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള ഈ ഒരു ഭാഗത്ത് 2x എന്നാണ് നമുക്ക് ഫംഗ്ഷനിൽ തന്നിരുന്നത്. അവിടെ നമ്മളൊരു 2x -1 എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ ഫംഗ്ഷനിൽ നമ്മളൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അതിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് 2x എന്നുള്ളതിന് പകരം 2x -1 എന്ന് കൊടുത്ത് എൻ്റർ അടിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഈ ഫംഗ്ഷൻ എക്സ് ഇക്വൽ ടു 1 കണ്ടിന്യൂസ് ആകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ ആൻസറായിട്ട് എഴുതേണ്ടത് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 1 എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 2x -1. എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള ഭാഗത്ത് എഫ് ഓഫ് എക്സിനെ നമ്മൾ 2x -1 എന്ന് എടുത്താൽ മതി. അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആകാൻ വേണ്ടിയിട്ട് 2x -1 എന്ന് തന്നെ എടുക്കണമെന്നില്ല, അവിടെ നമ്മൾ 1 എന്ന് എടുത്താലും മതി. അതായത് y ഈക്വൽ ടു 1 എന്നുള്ള രീതിയിൽ വരുന്ന ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയി കഴിഞ്ഞാലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വരും. അപ്പോൾ അങ്ങനെ ഈ രീതിയിലൊക്കെ നമുക്ക് അതിൻ്റെ ആൻസർ എഴുതാം.